സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യം നടക്കുന്ന ബീഹാറിലേക്കാണ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണും കാതും നീങ്ങുന്നത്. വേറൊന്നുമല്ല, ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലമാണ് കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും ഭാവി നിശ്ചയിക്കുക. ബീഹാറിലെ നിതീഷിന്റെ പിന്തുണയോടെയാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ BJPക്ക് ഈ സംസ്ഥാനത്തെ ജനവിധി ഏറെ നിർണായകമാണ്. കോൺഗ്രസും RJDയും കരുത്തുറ്റ സഖ്യമായി തുടരുന്നതും BJPയെ ആശങ്കയിലാക്കുന്നുണ്ട്. കോൺഗ്രസും RJDയും ഉയർത്തിക്കാട്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിനെതിരെ BJP ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങളാണ് തേജസ്വി പറയുന്നതെന്നാണ് BJPയുടെ ആരോപണം. പ്രശാന്ത് കിഷോറിനെയും BJP ഭയപ്പെടുന്നുണ്ടെന്നാണ് സത്യം. പക്ഷേ BJPയെ തറപറ്റിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നീക്കം. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കമുള്ള നേതാക്കൾ ബീഹാറിലെത്തി പ്രചരണത്തിൽ പങ്കുചേരുന്നുണ്ട്. സ്ത്രീ സംരക്ഷണത്തോടൊപ്പം തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം, അടിസ്ഥാന സൗകര്യ വികസനം, പാർപ്പിടം, ശുദ്ധജലം എന്നിവയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നിതീഷ് കുമാർ ഭരിച്ച് നശിപ്പിച്ച പദ്ധതികൾ പൊടി തട്ടിയെടുത്ത് ശുദ്ധീകരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വികസനം സ്വപ്നമല്ലെന്ന് കാട്ടിത്തരാമെന്നാണ് തേജസ്വി യാദവിന്റെ അഭിപ്രായം. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. പ്രകടന പത്രികയുടെ ലിസ്റ്റ് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് BJP. ഇതേ തുടർന്നാണ് BJP ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ ഖജനാവിലെ പണം പ്രകടന പത്രികയിലെ ലിസ്റ്റിനെ താങ്ങാൻ കഴിയില്ലെന്ന് BJP ദേശീയ വക്താവ് സുധാംശു ത്രിവേദി ആരോപിച്ചു. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.